എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ 2-3 റീഡിങ് കെൽറ്റിക് ക്രോസിൻ്റെ നല്ലതായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ഒരു ടോപ്പിക്ക് കൂടെ എനിക്ക് തോന്നി നിങ്ങൾക്ക് കെൽറ്റിക് ക്രോസ് തന്നെ ചെയ്ത് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി തരാൻ പറ്റുമെന്ന്. അതായത് നിങ്ങളൊരു ടോട്ടലി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? അവരിനി എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് വരാൻ പോകുന്നതെന്നും കൂടെ നമുക്ക് കെൽറ്റിക് ക്രോസ് വെച്ചിട്ട് ഇന്നൊന്ന് കാണാം. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. ഇത് ചിലപ്പോൾ റെസനേറ്റ് ആവാതെയും ഇരിക്കാം. ഓക്കെ, രാശി ഞാൻ പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിലൊരു ക്ലൂ ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ രാശി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന രാശിക്കാരായിരിക്കും, അവരുടെ സൈഡിൽ നിന്നായിരിക്കും ആക്ഷൻ ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് ഞാൻ ആ രാശി എടുത്ത് പറയുന്നത് കേട്ടോ. ഇനി വരുന്ന 7-ാം തീയതി, അതായത് കമ്മിങ് മൺഡേ 7/7 പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. ഓക്കെ, അന്ന് മുതൽ നമുക്ക് പൗർണമി ദിവസം വരെ നമുക്കൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ വിഷ് മാനിഫെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷോർട്സായിട്ട് ഇട്ടേക്കാം. ഓക്കെ, ഒന്ന് നോക്കോളൂ. ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ലോങ്ങായി പോവും. ആ ഷോർട്സ് ഒന്ന് കണ്ടോളൂ. നാളത്തേക്ക് അപ്ലോഡ് ആവുമായിരിക്കും ആ ഷോർട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കോണ്ടാക്റ്റ് വരാനുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഒന്ന് സ്പീഡി ആക്കി എടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, പറയുന്ന പ്രകാരം ചെയ്താൽ മതി. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോസസ്സ്. ഒരുപാട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നീക്കാണ് കേട്ടോ. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ഏത് വിഷയം വേണമെങ്കിലും, നിങ്ങൾക്ക് കരിയർ ആയാലും വേറെ ഏത് രീതിയിലുള്ള വിഷയമായാലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൂമെൻറ്റ്സ് ഓർത്തെടുക്കുക. Divine, guide me on. I'm going to do a Celtic cross for my viewers. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അവർ നോ കോണ്ടാക്റ്റിലാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ അവരെ പ്രതി എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. മൈ വ്യൂവേഴ്സ് ആർ ഇൻ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ. ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ. വാട്ട് വിൽ ബി ദർ പേഴ്സൺസ് നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് ദം? Please guide me. I'm going to do a Celtic cross for them. Please guide, Divine. Please guide, Divine. Please guide. Okay, എടുക്കാണേ. 7 of Swords, 2 of Pentacles, Ace of Cups, Ace of Swords, 10 of Swords, Tower, 3 of Cups. പുറത്ത് കുറച്ച് ബഹളമൊക്കെ കേൾക്കുമായിരിക്കും. വോയിസിൽ വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്, എന്നാലും ചില സമയത്ത് ഓവർലാപ്പ് ആവുന്നുണ്ട്. കുറച്ച് അപ്പുറത്തൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു ബഹളമാണ് കേൾക്കുന്നത്. സൗണ്ട് തീരെ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഇത് കമൻറ്റിൽ ഇടുക കേട്ടോ. മൈക്ക് വെച്ചിട്ടും സൗണ്ട് ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നത് നമ്മൾക്ക് ഇവരുടെ സൈഡിൽ നിന്ന് എന്തോ ഒരു സ്നീക്കി ബിഹേവിയർ, അതായത് നിങ്ങളുടെ അടുത്തുനിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ സിറ്റുവേഷനിൽ അവർ പെട്ട് കിടക്കുന്നത് മറയ്ക്കുന്നതാണോ, എന്തോ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് മുഴുവൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാത്തതുപോലെ കാണുന്നുണ്ട്. ഓക്കെ, അറ്റ് പ്രസൻറ്റിലത്തെ സിറ്റുവേഷനാണ് ഞാനീ പറയുന്നത് കേട്ടോ. അതേപോലെ അവരൊരു ജഗ്ലിങ് സിറ്റുവേഷനിലാണ്. അതായത് 2 ഇതിൽ പെട്ടിട്ട് തീരുമാനമെടുക്കാൻ സാധിക്കാതെ അവർ ഒന്ന് ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ്. ഇങ്ങനെ സ്വേ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് തീരുമാനം ആവാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനും അവിടെ കാണുന്നുണ്ട്. അതേസമയം ഒരുപാട് സ്നേഹവുമാണ്. ഏസ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട്
സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. ഓക്കെ, ഏസ് ഓഫ് സ്പോർട്സ് വെച്ചിട്ട് അവർക്കൊരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും കേട്ടോ. ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. 10 ഓഫ് സ്വാർട്സ് വെച്ചിട്ട് അവർ വളരെയധികം പെയിനിലാണ്, ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ്. അതെന്താണെന്നും നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. ടവർ മൂവ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ ടോട്ടലി നോ കോണ്ടാക്റ്റ് ആണ്, അതുകൊണ്ടാണ് അവിടെ ടവർ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. 3 ഓഫ് കപ്സ് വെച്ചിട്ട് എയ്തർ അവരിപ്പോൾ എന്തെങ്കിലും ഒരു ഇവൻറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരു ഗെറ്റ് ടുഗതറോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഒരു ഇത് റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ആയിരിക്കും. അതും ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കൺഫേം ചെയ്ത് പറയുകയുള്ളൂ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സോഡിയാക്സ് ഒന്ന് പറഞ്ഞേക്കാം. ടവർ വെച്ചിട്ട് യാതൊരു സോഡിയാക്കും ഇല്ല. സ്പോർട്സ്, പെൻറ്റക്കിൾസ് ആൻഡ് കപ്സാണ് വന്നിരിക്കുന്നത്. സ്പോർട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. പിന്നെ ഇതാ പെൻറ്റക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഈ പറഞ്ഞ രാശിക്കാരാണ് കൂടുതലായിട്ട് ഇന്ന് കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ പറഞ്ഞ രാശികളിലുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് രാശിക്കാർക്ക് ഇൻക്ലൂഡഡ് ഇല്ല എന്നല്ല, എല്ലാവരും തന്നെ ഇതിന് കൂടുതൽ ക്ലാരിഫൈ ചെയ്ത് വരുമ്പോൾ മറ്റു രാശിക്കാരും ഇൻക്ലൂഡഡ് ആയിട്ട് വരും കേട്ടോ. പക്ഷേ ഇപ്പോൾ പറഞ്ഞ രാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ പേഴ്സൻ്റെ രാശിയായിരിക്കും കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഐ എം ഡൂയിങ് എ കൾട്ടി ക്രോസ് ഫോർ മൈ വ്യൂവേഴ്സ്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എനിക്ക് ക്ലാരിഫൈ ചെയ്യണം കാർഡ്സ്. ദയവായി ക്ലാരിഫൈ ചെയ്തു തരും. ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ. 7 of swords, sorry. Please clarify. 7 of swords. Divine, please clarify. 7 of swords. Why is 7 of swords here? Why are they? What are they hiding? Queen of Wands, 2 of Pentacles, and bottom of the deck vannittu 9 of Cups. Divine, I am doing a Celtic cross for my viewers. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എനിക്ക് ചില കാർഡ്സിൻ്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ദയവായി ക്ലാരിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യൂ. ഡിവൈൻ please clarify. 7 of swords. Clarify 7 of swords. Why is 7 of swords here? Oops. നിങ്ങളുടെ പേഴ്സൺ അജിറ്റേറ്റഡ് ആണ്, എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ അജിറ്റേഷൻ ആണ് സാധ്യത. കാരണം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. 7 of swords. Ace of Cups, 4 of Cups and 3 of Pentacles. എന്താണ് അവർ മറയ്ക്കുന്നതെന്ന് വെച്ചാൽ, അവർ മറയ്ക്കുന്നത് നിങ്ങളോടല്ല, അവരുടെ തേർഡ് പാർട്ടിയോടാണ്. ഓക്കെ, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറെ സ്നേഹത്തിന് വേറെ കാർഡില്ല. ഓക്കെ, ലവേഴ്സ് 2 ഓഫ് കപ്സ് ഒക്കെ വന്നെങ്കിലേ ഉള്ളൂ. 4 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ അവർ തിരിച്ചും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ കാണുന്നു. അതായത് 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നതുകൊണ്ട് അവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഒരു പക്ഷേ ഒന്നുകിൽ ഇവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിച്ച് കാണില്ല, മനസ്സിൽ അടക്കി വെക്കുന്നതായിരിക്കണം. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ട് അവർക്ക് നിങ്ങളോട് സ്നേഹമാണ്, അവരും തിരിച്ച് റിയലൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരോട് സ്നേഹമാണെന്ന്. പക്ഷെ തുറന്ന് എക്സ്പ്രസ് ചെയ്തിരിക്കാൻ സാധ്യതയില്ല. അവർ മനഃപൂർവ്വം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നതോ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതോ ആയിരിക്കാം. ഓക്കെ, ഡിവൈൻ, വാട്ട് വിൽ ബി their next action? What will be their next action for my viewers?
What will be the next action for my viewers in this case? നൈറ്റ് ഓഫ് കപ്സ് പറയുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കും എന്നാണ് പറയുന്നത്. ആവണത്തോടു കൂടി നിങ്ങളുടെ അടുത്ത് ഒരു സോറിയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വരും എന്നാണ് ഇതിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു സെറ്റ് ഓഫ് കാർഡ്സിൻ്റെ സോഡിയാക്സ് വന്നിട്ട് ഇതിൻ്റെ ഞാൻ നേരത്തെ സ്പോർട്സിൻ്റെ പറഞ്ഞിരുന്നു. ലിബ്ര, ജെമിന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഇത് ഏതിലെങ്കിലും രാശിയിൽപ്പെട്ട ആളായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ. കപ്സിൻ്റെ ആണ് കൂടുതലായിട്ട്. കർക്കിടകം, വൃശ്ചികം, മീനം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് അതിൽപ്പെട്ട ആൾക്കാരാണ് മുന്നോട്ട് വരാൻ സാധ്യത. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇതിലേതെങ്കിലും പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് വരാൻ. ഓക്കെ, ക്ലാരിഫൈ 2 of Pentacles. Please clarify 2 of Pentacles. Page of Cups, Queen of Wands and 3 of Cups. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവർ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിൽ വളരെയധികം വിഷമത്തിലുമാണ്, റിഗ്രറ്റാണ്, സങ്കടമാണ്, ഡിസപ്പോയിൻമെൻ്റ് ആണ്, എല്ലാമാണ്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം, മെസ്സേജ് അയക്കണം എന്ന് വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ പ്രതി ഹൈലി റെസ്പെക്റ്റും ഉണ്ട്. നിങ്ങൾ ഒരു വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അഭിപ്രായമുണ്ട്. നിങ്ങളൊരു ക്വീനിൻ്റെ ആ ഒരു എനർജിയിലാണെന്ന് ഇവർ വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ വളരെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ അറിയാം. വളരെ സ്നേഹത്തോടെയും കെയർ കൊടുത്തും ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഡിറ്റർമിനേഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നെല്ലാം ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. ഇവർ നിങ്ങളെ ഓൺലൈൻ നല്ലോണം ഫോളോ ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങളുടെ വാട്സാപ്പ് ആയാലും ഇതായാലും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്ടെവർ, ഏതൊക്കെ രീതിയിൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് എന്തോ അതിൽ നിങ്ങളുടെ വെയറബൌട്ട്സും നിങ്ങളുടെ അപ്ഡേറ്റ്സൊക്കെ ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പറ്റി അപ് ടു ഡേറ്റ് കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. തുറന്ന് എക്സ്പ്രസ് ചെയ്തിട്ട് ഇല്ല ഇതുവരെയും, കാരണം ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. ഓക്കെ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. അവർക്ക് നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ക്ലാരിഫൈ വാട്ട് ആർ ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ദിസ് പേഴ്സൺ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ ദറ്റ്സ് എക്സ്പെക്റ്റഡ് ഫ്രം ദിസ് പേഴ്സൺ? ദി എംപ്രസ് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ ലക്കി ചാമാണ്. ഇതൊരു പോസിറ്റീവ് കാർഡാണ്. അതുകൊണ്ടാണ് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ കൊടുക്കുന്ന കെയർ, നർച്ചറിങ്, നിങ്ങളെപ്പോലെ ഒരാളെ ഇവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇവർക്ക് അതിനൊരു റീപ്ലേസ്മെൻറ്റ് ഇല്ല അവരുടെ ലൈഫിൽ. മനസ്സിലായോ? നിങ്ങളാണ് ദി അൾട്ടിമേറ്റ്. അവർക്ക് കിട്ടാവുന്നതിൻ്റെ അൾട്ടിമേറ്റ് ദി എംപ്രസാണ് നിങ്ങൾ. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ ടോറസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വന്നിട്ട് കപ്സ്, വാൻസ് ആൻഡ് പെൻറ്റക്കിൾസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം അത് കുറച്ച് കൂടുതൽ ആയിട്ട് ഉണ്ടാവും. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. പെൻറ്റക്കിൾസ് വന്നിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ രാശിയിലും ഇത് ടോറസ് വരുന്നുണ്ട്. നിങ്ങൾ ടോറസ് രാശിക്കാരി, മെയിൽ ഓർ ഫീമെയിൽ ടോറസ് രാശി ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ് പ്ലീസ്. The world, strength and 6 of Pentacles. ദ വേൾഡ് കാർഡ് വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് ഇവർ നിങ്ങളുടെ അടുത്തുനിന്ന് ദൂരെയാണ് കേട്ടോ. ഇവർ താമസിക്കുന്നതോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ, പെൻറ്റക്കിൾസ് വന്നുകൊണ്ട് ജോലി സംബന്ധമായിട്ടോ വല്ലതും ഇവരിപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണ്. ചിലർ ഓവർസീസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ഒറ്റ സിറ്റുവേഷനിൽ ഇവർക്ക് നിങ്ങളുടെ അടുത്ത് മനസ്സ് നിറയെ സ്നേഹമാണ്.
ഓക്കെ, സ്നേഹം ആണ്. അതേപോലെ രാശി ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, സോ ദാറ്റ് യു ക്യാൻ പേ അറ്റൻഷൻ. അതായത് സ്ട്രെങ്ത് വെച്ചിട്ട് ചിങ്ങ രാശിയാണ്, ലിയോ രാശിയാണ് കേട്ടോ. അതുപോലെ പെൻറ്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. എന്താണ് ഋഷഭം, കന്നി, മകരം. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇന്ന് സ്റ്റാമറിങ് ആണ്, നിങ്ങളുടെ പേഴ്സൺ അജിറ്റേറ്റഡ് ആണ് കേട്ടോ. അതാണ് എനിക്ക് സ്റ്റാമർ ആവുന്നത് ഇവിടെ. ഇങ്ങനെ എനിക്ക് വാക്കുകൾ സ്റ്റക്കാവുന്നതുണ്ടോ? എന്തോ വല്ലാത്തൊരു ഇമോഷനിൽ പെട്ട് കിടക്കുകയാണ് അവർ. വേൾഡ് കാർഡിന് അങ്ങനെ പ്രത്യേകിച്ചൊരു സോഡിയാക്കില്ല. ഓക്കെ, ഇപ്പോൾ ഈ 3 എസ്പെഷ്യലി ചിങ്ങ രാശിക്കാർ, നിങ്ങളുടെ പേഴ്സൺ ലിയോ ചിങ്ങ രാശിയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. അവരുടെ സൈഡിൽ നിന്നാണ് ഈ ആക്ഷൻ വരാനുള്ള സാധ്യത. ഓക്കെ, അതായത് ഈ ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങളിപ്പോൾ അതേ ഉള്ളൂ, അവിടെ വേറെ ഇഷ്യൂസായിട്ടൊന്നും കാണുന്നില്ല. നിങ്ങളുടെ അടുത്ത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നിവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ക്ഷമയോടെ കാത്ത് നിൽക്കുകയാണ്. ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഓടിപ്പിടച്ച് അവർക്ക് വരാൻ സാധിച്ചു എന്ന് വരില്ല. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കുക തന്നെ വേണം. കാരണം ഒരുപാട് സ്നേഹം കാണുന്നുണ്ട്. അവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരേണ്ട ഒരു സാഹചര്യം കാണുന്നില്ല, പക്ഷെ ഉണ്ട്. കാരണം നമ്മൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണല്ലോ എന്തുകൊണ്ടാണ് ഇവർ കോണ്ടാക്ട് ചെയ്യാത്തതെന്ന് നോക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ആക്ഷൻ? വാട്ട് വിൽ ബി ദർ നെക്സ്റ്റ് ആക്ഷൻ ഇൻ ദിസ് കേസ്? വൈ ആർ ദേ നോട്ട് കോണ്ടാക്ടിങ്? അവർ എന്തോ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കേട്ടോ. ഇവിടെ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവർക്ക് ജോലി സംബന്ധമായിട്ടാണ് ഇവരവിടെ സ്റ്റക്കായിരിക്കുന്നത്. ഇവർക്ക് വിചാരിച്ച പോലെ നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്താൻ സാധിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷനാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവരവിടെ സ്റ്റക്കായിട്ട് കാണിക്കുന്നത്. അല്ലാതെ ഇവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടോ അതുകൊണ്ടൊന്നും അല്ല. അവർക്ക് എന്തുകൊണ്ടോ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. സേ ഫോർ എക്സാമ്പിൾ, ഇവർ ഷിപ്പിലോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഐലൻഡിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം കേട്ടോ. അതായത് ഓഫ് ഷോർ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ എപ്പോഴും ഒരു ടവർ ലിങ്ക് ഉണ്ടായിരിക്കണം എന്നില്ല. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. സ്നേഹക്കുറവ് കൊണ്ടല്ല, ആ ഒരു ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എസ്പെഷ്യലി ഷിപ്പിലൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞത്. ചില സ്ഥലത്ത് പോർട്ടിൽ എത്തിയാലേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതേപോലെ ഓഫ് ഷോറൊക്കെ ആണെങ്കിൽ എപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായിരിക്കണം. കാരണം ജോലി സംബന്ധമായിട്ട് സ്റ്റക്കായിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അല്ലാതെ അവർക്ക് സ്നേഹക്കുറവ് കൊണ്ടല്ല, ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. ഓക്കെ, ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആയെന്ന് എന്നോടൊന്ന് പറയൂ കേട്ടോ. പ്ലീസ് ക്ലാരിഫൈ. ഏസ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ ഏസ് ഓഫ് സോർട്സ്. ന്യൂ സെറ്റ് ഓഫ് കാർഡ്സ് ഞാൻ എടുത്തതാണ്. ക്ലാരിഫൈ ഏസ് ഓഫ് സോർട്സ്. വൈ ഈസ് ഏസ് ഓഫ് സോർട്സ് ഹിയർ? എന്ത് റിയാലിറ്റി ചെക്കാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്? ഏസ് ഓഫ് സ്വാർട്സ് തന്നെ ക്ലാരിഫൈ ചെയ്യാം. 9 ഓഫ് കപ്സ്. 9 ഓഫ് കപ്സ് പറയുമ്പോൾ ഇവർക്ക് കിട്ടിയ റിയലൈസേഷൻ എന്താണ്? നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന്. നൈറ്റ് ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് ബൊക്കെയൊക്കെ ആയിട്ട് വരുന്നതുണ്ടോ? കാണാമോ കാർഡ്? ബൊക്കെയൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് അവർക്ക് കിട്ടിയ റിയലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് അവരുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻറ്റ്. ഇനി സ്റ്റാമർ ചെയ്യുന്നുണ്ടോ വീണ്ടും? ഓക്കെ, റിലാക്സ് എവ്രി വൺ. ഞാനും. അപ്പോൾ അവർക്ക് ഒരു റിയലൈസേഷൻ കിട്ടി, നിങ്ങളാണ് അവരുടെ ലൈഫിൻ്റെ വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന്. അപ്പോൾ അവർ നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വരുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. ഓക്കെ, what is the next action? When can we expect a next action from them? When can we expect a next action from them?
3 ഓഫ് കപ്സ് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഇവർ വരുന്നുണ്ട്, ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇവർ വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് പ്രോബബ്ലി അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരിക്കാനാണ് സാധ്യത. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അതായത് ഇവരുടെ ഫാദർ മദർ റിലീജിയസ് ബിലീഫ്സ് അങ്ങനത്തെ സോഷ്യൽ നോംസ് അങ്ങനെയൊക്കെ ഒരു തടസ്സം ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് നിങ്ങളാണ് പ്രധാനമെന്ന് അവർക്ക് റിയലൈസേഷൻ കിട്ടി എന്നാണ് അവിടെ ഡിവൈൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളെ കാണാൻ വരുമെന്ന് തന്നെയാണ്, നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കേട്ടോ. ക്ലാരിഫൈ 10 ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ 10 ഓഫ് സ്വാർഡ്സ്. എൻ്റെ രാശി ഞാൻ പറഞ്ഞില്ലല്ലോ, രാശി പറഞ്ഞു തന്നെ പോവാം നമുക്കില്ലെങ്കിൽ, കാരണം ഇത് ഹാപ്പി കാർഡ്സാണ്, അപ്പോൾ തീർച്ചയായിട്ടും പറയണം. കപ്സും സ്വാർഡ്സും ആണ് കൂടുതലായിട്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഈ രാശിക്കാരായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇവിടെ 10 ഓഫ് സ്വാർഡ്സ് പ്ലീസ് ക്ലാരിഫൈ. 10 ഓഫ് സ്വാർഡ്സ് ക്ലാരിഫൈ. 10 ഓഫ് സ്വാർഡ്സ് പ്ലീസ്. ഞാൻ ഡെക്ക് മാറ്റി മാറ്റി എടുക്കുന്നത്, മറ്റേ ഡെക്ക് ഏതിലും വരുമ്പോൾ എപ്പോഴും ഒരേ റീഡിങ് പോലെ വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നണ്ട വിചാരിച്ചിട്ടാണ് ഡെക്ക് മാറ്റിയെടുത്തത്. പക്ഷെ അവരുടെ മനസ്സിലെ ഫീലിങ്സ് മാറുന്നില്ലല്ലോ അല്ലേ. പേജ് ഓഫ് വാൻഡ്സ്, ഗുഡ്. പേജ് ഓഫ് സ്വാർഡ്സ്, ക്വീൻ ഓഫ് കപ്സ്. ക്വീൻ ഓഫ് കപ്സ് കണ്ടല്ലോ, ക്വീൻ ഓഫ് കപ്സ്, പേജ് ഓഫ് സ്വാർഡ്സ് ആൻഡ് പേജ് ഓഫ് വാൻഡ്സ്. ഇവിടെ എല്ലാ രാശിയും തന്നെ വന്നു കേട്ടോ. കപ്സ് വന്നു, വാൻഡ്സ് വന്നു, സ്വാർഡ്സും വന്നു, പെൻറ്റക്കിൾസ് മാത്രമില്ല. ഓക്കെ, ആദ്യമായി രാശി പറയാം. സ്വാർഡ്സ് വെച്ചിട്ട് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇതിലേതെങ്കിലും പെട്ട ആളായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ അറ്റ് പ്രസൻറ്റ് വളരെ സാഡാണ്, നിങ്ങളെ പ്രതി സ്നേഹമാണ്, ഭയങ്കര സാഡാണ്, എന്താണെന്നറിയില്ല, ഹൈലി ഇമോഷണൽ സ്റ്റേറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്ന് തീവ്രമായ ആഗ്രഹം ഇവർക്കുണ്ട്. ഓക്കെ, ഇവർ മേ ബി സ്റ്റഡീസ് സംബന്ധമായിട്ട് എന്തെങ്കിലും പുതിയ പഠിക്കുന്നത് സംബന്ധമായിട്ട് നിങ്ങളെ വിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം ഇപ്പോൾ കേട്ടോ. എന്തോ പുതിയത് കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കണം. അതേസമയം നിങ്ങളെ ഓൺലൈൻ നല്ലപോലെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വെയർഅബൌട്ട്സ് എന്താണ് എന്നെല്ലാം ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വാട്സാപ്പ് DP അപ്ഡേറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുക, അതേപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക, എല്ലാം ചെയ്യുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസിലായിരിക്കാനാണ് സാധ്യത. ബട്ട് ദേ ആർ ഫോക്കസിങ് ഓൺ ദ സ്റ്റഡീസ് എന്നാണ് കാണുന്നത്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ? വാട്ട് ക്യാൻ വി എക്സ്പെക്റ്റ്? 6 ഓഫ് സ്വാർഡ്സ്. അറ്റ് പ്രസൻറ്റ് ഒരു ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഉടനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ വരുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾ മിസ്സിങ് ആണ്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഇവിടെ ആസ് ഇറ്റ് ഈസ് ആക്ഷൻ ഒന്നും കാണുന്നില്ല കേട്ടോ. അത് ഞാൻ പറയാണ്, സ്നേഹ ഇല്ലായ്മയൊന്നും അവിടെ കാണുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ അവരൊരു നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. ക്ലാരിഫൈ ദ ടവർ പ്ലീസ്. ക്ലാരിഫൈ ദ ടവർ. അത് ടവർ കാർഡിന് ക്ലാരിഫൈ ചെയ്യുന്നത് നൈറ്റ് ഓഫ് വാൻഡ്സ്, 2 ഓഫ് വാൻഡ്സ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോഡിയാക്ക് ആയിരിക്കാൻ സാധ്യത. ഓക്കെ, ഇവർ ഹൈലി പാഷനേറ്റ് ഒക്കെ ആണ് നിങ്ങളെ പ്രതി. പക്ഷേ അവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഇവരൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. ഇവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷനിലാണ് ഇവരിപ്പോൾ ടോട്ടലി സ്റ്റക്കായിരിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അവിടെ. കാരണം 2 ഓഫ് വാൻഡ്സ് കാണുന്നുണ്ട്, ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അവരൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. ഓക്കെ, അവർ തീരുമാനിച്ചിട്ടില്ല മുന്നോട്ട് വരണോ പോകണോ എന്നുള്ളത്. Divine, please guide. What will be the next action in this case? What will be the next action from their person in this case? Please guide me. What will be? Okay. പേജ് ഓഫ് കപ്സ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് വരുന്നത് കേട്ടോ.
സൂണർ ഓർ ലേറ്റർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് വരുന്നത്. മൂമെൻ്റ് ആണ്, പക്ഷേ ടവർ മൂമെൻ്റ് ഇപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ മെസ്സേജ് അയക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് എത്ര വേഗം എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഹൗ സൂൺ അത് നമ്പേഴ്സ് കിട്ടിയാലേ പറ്റുള്ളൂ. How soon can we expect a message from these people? How soon can we expect a message from these people? How soon can we expect a message from these people? നമ്പർ കിട്ടുകയാണോ എന്ന് നോക്കട്ടെ കേട്ടോ. നോട്ട് ഷുവർ. ഒരു മാസം എന്നൊക്കെയാണ് പറയുന്നത്. അവർക്കൊരു റിയലൈസേഷൻ വരാനുണ്ട്. ആ റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒരു മെസ്സേജ് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. മാനിഫെസ്റ്റ് ചെയ്യൂ കേട്ടോ. ക്ലാരിഫൈ 3 of Cups. ക്ലാരിഫൈ 3 of Cups. 3 of Pentacles, 10 of Cups and King of Swords. ഓക്കെ, ഇവർക്ക് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെന്നൊക്കെ വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ്. ഈ പറയുമ്പോൾ ഇവരുടെ സ്പൗസ്, മക്കൾ, ഓക്കെ, അത് ഒരു ഒബ്സ്റ്റേക്കിളായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഫാമിലി അല്ല ഇഷ്യൂ അവിടെ നിന്നുണ്ടെങ്കിൽ അവരുടെ ഫാദർ അല്ലെങ്കിൽ ഫാദർലി എൽഡർ ബ്രദർ, അങ്ങനെയൊക്കെ ഫാദറിനെ പോലെ തന്നെ ഇവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ, അവരുടെ ഇൻ്റർഫിയറൻസ് മൂലമാണ് ഇവിടെ നിങ്ങളടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇവർ മിക്കവാറും കുറച്ച് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ബോധേഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം ഇവരുടെ ഫാദർ അല്ലെങ്കിൽ ആ റിലേഷനിലുള്ളവർ. അല്ലെങ്കിൽ തടസ്സം അവരുടെ സ്പൗസും കുട്ടികളും തന്നെയാണ്. വാട്ട് ആക്ഷൻ ക്യാൻ വി എക്സ്പെക്റ്റ് ഇൻ ദിസ് കേസ് ഡിവൈൻ? വാട്ട് ആക്ഷൻ ക്യാൻ വി എക്സ്പെക്റ്റ് ഫ്രം ദം ഇൻ ദിസ് കേസ്? സ്ട്രെങ്ത്. അവർ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. തൽക്കാലം വെയിറ്റ് ചെയ്യുകയാണ്. ഒന്നുകിൽ ഫാദറിൻ്റെ അപ്രൂവൽ കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് അവർക്കിപ്പോൾ ഉറപ്പില്ല. അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 7 of Pentacles ആയിരുന്നു. നേരത്തെ ഞാൻ എടുത്തില്ലായിരുന്നു. ബോട്ടം ഓഫ് ദി ഡെക്ക്. ക്ലാരിഫൈ 7 of Cups, 9 of Wands, Ace of Wands, 5 of Cups. അവിടെ നമുക്ക് കിട്ടുന്ന എനർജി എന്താണെന്ന് വെച്ചാൽ വാൺസ് ഉണ്ട്, കപ്സ് ഉണ്ട്. വാൺസും കപ്സും ആണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. അതായത് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് മൂലം ഇവർ ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനാണ്. ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇവർ ഫീൽ ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി ഡിസപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. വളരെ സാഡാണ് ഇവർ ഈ സിറ്റുവേഷനിൽ. അവർ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എത്ര സൂണായിട്ട് ഇത് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഡിവൈൻ, പ്ലീസ് ഗിവ് us the next action for my viewers. ദ ചാരിയറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് ചാരിയറ്റ്. അതായത് സ്ട്രോങ് വില്ലോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് മുന്നേക്ക് വരും എന്നാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കണോ? ഈ സിറ്റുവേഷനിൽ ഗൈഡൻസ് എന്താണെന്ന് എടുക്കണോ? നമുക്ക് നോക്കാം. എത്ര പേർക്ക് വെയിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഡിവൈൻ പറയുന്നത്. നമുക്ക് നോക്കാം. ഡിവൈൻ, പ്ലീസ് പ്രൊവൈഡ് guidance to my viewers. What should they do in this no contact situation? Please give a guidance on what should they do in this no contact situation. Trust. This situation is calling for you to have faith. വിശ്വാസത്തോടെ വെയിറ്റ് ചെയ്യൂ എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. കോ ഡിപ്പെൻഡൻസി. അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. അതായത് ഓവർ ഡിപ്പെൻഡൻസിയും ഒരു അഡിക്ഷനാണ് കേട്ടോ. ഇമോഷണലായിട്ട് ഓവറായിട്ട് ഇവരുടെ മേലെ ഡിപ്പെൻഡൻസി വരുന്നതും ഒരു അഡിക്ഷനായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അത് നിങ്ങൾ എത്രത്തോളം ഇവരെ നിങ്ങളുടെ അടുത്തേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഇവർ അകന്നു പോവും. കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കൂ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. റീകൺസിലിയേഷൻ. സമൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് റിട്ടേണിങ് ടു യുവർ ലൈഫ്. വിട്ട് നിൽക്കുന്ന ആരോ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. യുവർ സെൽഫ് റെസ്പെക്റ്റ് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക. അവർ നിങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടാണ്
എല്ലാം ശരിയാണ്, പക്ഷെ കുറച്ച് സ്വന്തം കാര്യവും കൂടി ശ്രദ്ധിക്കുക. കരിയറിൽ ഫോക്കസ് ചെയ്യുക, ഇന്നർ വർക്കിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ സമാധാനമായിട്ട് ആദ്യം ഇരിക്കുക. Getting to know each other. As you reveal your innermost selves to each other, your bond deepens. Conversation, communication വേണം പാർട്ട്നേഴ്സ് തമ്മിൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സംസാരിക്കൂ എന്നാണ് പറയുന്നത്. Playfulness. To recapture romance, allow your inner youthful spirit of fun to shine. വളരെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കാതെ കുറച്ചൊരു പ്ലേഫുൾനെസ്സൊക്കെ ജീവിതത്തിലാവാം എന്നാണ് പറയുന്നത്. ഒരുപാട് സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എടുത്ത് തലയിൽ വെച്ച് മുന്നോട്ട് പോകണ്ടെന്ന്. വെഡ്ഡിങ്. ദി സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. ആർക്കോ ഒരു പ്രപ്പോസൽ, കല്യാണമൊക്കെ വരുന്നുണ്ട്. യു ഡിസേർവ് ലവ്. യു ആർ ലവബിൾ. നിങ്ങൾ തീർച്ചയായിട്ടും സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ള ആളാണ്. ഡിസെപ്ഷൻ. someone is wearing a false self mask in this relationship. ഇത് നിങ്ങളുടെ പേഴ്സൺ ആവാം, അവരുടെ ഫാമിലി ആവാം, ആരും ആവാം കേട്ടോ. നിങ്ങളുടെ ചുറ്റിനുമുള്ള റെഡ് ഫ്ലാഗ്സിൻ്റെ നേരെ മുഖം തിരിക്കരുത്, ശ്രദ്ധിക്കൂ എന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നവർ. ലാസ്റ്റ് ഇതെടുക്കാം. ദിസ് കുഡ് ബി ദ വൺ. യു ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പേഴ്സൺ യു സീക്ക്. ഇത് നിങ്ങളുടെ സോൾമേറ്റോ ട്വിൻ ഫ്ലെയിമോ പാസ്റ്റ് ലൈഫ് കണക്ഷനോ ഒക്കെ ആയിരിക്കാം. ഇവർ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ലാസ്റ്റ് വരെ ഉണ്ടാവാൻ പോകുന്നതെന്ന് തന്നെയാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ എല്ലാം ശരിയായി വരുമെന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക. 7/7 പോർട്ടലിൻ്റെ ഇത് വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ. പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ച് തന്നെ റിച്വൽ ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ ഇറ്റ്സ് എ വെരി സിമ്പിൾ റിച്വൽ കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ വേറെ റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. ബൈ.